എനിക്ക് എന്നെ അറിയാവുന്ന 2 ചേച്ചിമാർ, ചേച്ചിയുടെ ഒക്കെ കണക്കാണ്. 2 പേരാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ട്. എനിക്കങ്ങനെ വേറെ ആരുമായിട്ടും അത്ര കൂട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. പിന്നെ ഇവർ രണ്ടുപേരും ഇവിടെ വന്ന് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അനീഷ് പറയുന്നത് ഏകദേശം ഒരു 10-90 ദിവസമായിട്ട് അവരുമായിട്ടൊരു അടുപ്പമില്ലേ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ ഒരു കാര്യം വെച്ചിട്ട് ജഡ്ജ് ചെയ്യലും. അനുമോള് പറയുന്ന ഒരു ദിവസത്തെ അല്ല ചേട്ടാ, എനിക്ക് അവരെ ഇപ്പോഴും ഇഷ്ടം തന്നെയാണ് ചേട്ടാ. അങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ വളരെ ഇതായിട്ട് കൊണ്ടുപോയിട്ട് പെട്ടെന്നൊരു ദിവസം ഒരു ഭക്ഷണത്തിൻ്റെ പേരിൽ, അതും ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ, ഇപ്പോൾ ഇവിടെ പല ആൾക്കാരും പറയുന്ന കാര്യമാണ് അതിലെടുത്ത് സംസാരിക്കുന്നത്. ഇതുവരെ എൻ്റെ അടുത്ത് പറയാത്ത കാര്യങ്ങൾ PR-ന് കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയാണ് ഞാൻ അവിടെ പോയി ഇരിക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല. അവരിൽ നിന്ന് ഞാനിതല്ല പ്രതീക്ഷിക്കുന്നത്. വേറെ എന്തെല്ലാം പറയാം അവർക്ക്. ദേഷ്യത്തിൻ്റെ പുറത്തായാൽ പോലും അങ്ങനെ പറയില്ല ചേട്ടാ. അനീഷ് പറയുന്നത് ചില സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഓരോന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഇത് ഒരു തവണ അല്ല ചേട്ടാ, പല തവണ. അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയായിരിക്കും. പക്ഷെ നൂറയും ഇന്നലെ രാത്രി ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ രാത്രി കഴുകാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾക്കത് ഞാനത് അന്നേരം ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? PR ഉള്ളത് കൊണ്ടാണോ? അവസാനം വരെ ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പിലാണോ ഇങ്ങനെ നിൽക്കുന്നതെന്ന്. അവരുടെ കാര്യത്തിൽ നൂറ ഇപ്പോൾ ക്യാപ്റ്റനായിട്ടല്ല ചേട്ടാ അവളിപ്പോൾ സംസാരിച്ചത്. അനീഷ് പറയുന്നത് നൂറയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണുമായിരിക്കും. കാരണം ക്യാപ്റ്റനാണ്, വീട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നൂറ അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണോ ചേട്ടാ പറയുന്നത്? അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ, പോയി കഴുകുമെന്ന് പറയാം, അല്ലെങ്കിൽ വഴക്ക് പറയാം, അങ്ങനെയൊക്കെയല്ലേ സംസാരിക്കേണ്ടത്. ഇത് PR-ൻ്റെ കാര്യമൊക്കെ പറയേണ്ട കാര്യം നൂറയ്ക്ക് എന്താ? ഇവിടെ ആരെന്ത് കാര്യം എടുത്തിട്ടാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നത് ഞാൻ ഗവനിക്കാറില്ല, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെന്നെങ്കിൽ. പക്ഷേ ഇവരങ്ങനെയാണോ ചേട്ടാ? അവരപ്പോൾ ഉള്ളിൽ അത് വെച്ചിട്ടല്ലേ എന്നോട് സംസാരിക്കുന്നത്. ഞാനൊന്ന് പറയട്ടെ എന്ന് അനീഷ് പറയുന്നു. അനീഷ് പറയുന്ന ഓരോ സാഹചര്യം മൂലമായിരിക്കും അനുമോളെ അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടായത്. അത് ഇത്രയും ദിവസം നിങ്ങൾ നല്ല സന്തോഷത്തോടെയല്ലേ നിന്നത്, ഒരു ദിവസമല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് അത് വിട്ട് കള എന്നാണ് അനീഷ് പറയുന്നത്. അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അനുമോളുടെ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മൈക്കുള്ളത് കൊണ്ട് അധികം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുമല്ലോ. അപ്പം എൻ്റെ കാര്യം മാത്രമല്ല, അവരുടെ കാര്യങ്ങളും പുറത്തിറങ്ങിയിട്ട് നമ്മൾ സംസാരിക്കാമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞേക്കുന്നത്. അത്രയും ഇതായിട്ടിരുന്നിട്ട് പെട്ടെന്നൊരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ അവർ ഇത്രയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും നാൾ അവർ ഫ്രണ്ട്ഷിപ്പ് അല്ലായിരുന്നു കൊണ്ടു നടന്നത്. ചുമ്മാ ഇവിടെ ഒരു ഫ്രണ്ട് വേണം അങ്ങനെയുള്ള ഒരു രീതിയിൽ അവർ ചുമ്മാതാണ്. ഇന്നലെ ഞാനിതൊന്നും പറയാഞ്ഞതിൻ്റെ കാരണം അനീഷ് പറയണം, നമ്മളെല്ലാവരും ആ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. എല്ലാം വഴക്കും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ നിൽക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറയാമെന്ന് വിചാരിച്ചത്. ഇന്നലെ തന്നെ ഇത്രയും നാൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഷാനവാസൊക്കെ പറയുന്നത് ഞാൻ നന്മമരം കാണിക്കാനാണ് ഭക്ഷണം ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് എന്ന്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ അല്ല. ഞാൻ പുറത്തും ഇങ്ങനെയാണ് ചേട്ടാ, എനിക്കൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഒരാൾക്കൊരു കാര്യം ചെയ്യുന്നത്. ഞാൻ പഠിച്ചു വന്ന ജീവിതവും സാഹചര്യവും ഇതാണ്. ഞാൻ വീട്ടിലും ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഇന്നലെ ഞാനതൊന്നും പറയാഞ്ഞത് അനുമോൾക്കത് ഇന്നലെ പറഞ്ഞാൽ അനുമോളത് കേൾക്കത്തില്ലെന്ന് വെച്ചിട്ടാണ്. അന്നേരം അനുമോൾ പറഞ്ഞു, അല്ല ചേട്ടാ എനിക്ക് ബുദ്ധിമുട്ടാണ്, അവരോട് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അവരിന്നലെയൊക്കെ പറഞ്ഞത് എൻ്റെ ചെവിക്കുള്ളിൽ തന്നെ കിടക്കുക ചേട്ടാ. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ടാസ്ക് ചെയ്തെന്നാൽ നന്നായിട്ട് ചെയ്യും, ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ഇതായിട്ട് നിൽക്കും. പിന്നെ ഈ വീക്ക് ഞാൻ പോകേണ്ടി വന്നത് എനിക്ക് ഒരു വിഷമമില്ല ചേട്ടാ, എനിക്കിപ്പോൾ സന്തോഷമാണ്.